ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോൺസിൽ സ്റ്റോൺ പുറന്തള്ളുന്നതിനായിട്ടുള്ള നല്ലൊരു ഒറ്റമൂലിയാണ്. ടോൺസിൽ സ്റ്റോൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് കഫമൊക്കെ അധികമായി കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ അടിഭാഗത്തായിട്ട് അരിമണി പോലുള്ളൊരു സാധനം എപ്പോഴും കാണാറുണ്ട്. അതിന് ഭയങ്കര സ്മെല്ലും ആയിരിക്കും. അതെങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഏകദേശം ഈ വലിപ്പമുള്ള ഒരു ഇഞ്ചി മതിയാകും. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് ചതച്ചെടുക്കാം. നമുക്കിതുപോലെ പച്ച ഇഞ്ചി ആവുമ്പം അതിൽ നല്ലപോലെ നീരുണ്ടാവും. കുറച്ച് മൂത്ത ഇഞ്ചി ആവുമ്പോൾ നമുക്ക് നീര് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇഞ്ചി നമ്മളിനി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നതിനേക്കാളും നല്ലത് ചതച്ചെടുക്കുന്നതാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീര് കിട്ടും. ഇനി ഈ ഇഞ്ചി ചതച്ചതിലേക്ക് വേണ്ടത് നാരങ്ങയാണ്. പഴുത്ത ചെറുനാരങ്ങ ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. നല്ല പഴുത്ത ചെറുനാരങ്ങ ആവുമ്പം നല്ല പോലെ നീരുണ്ടാവും. പഴുത്ത ചെറുനാരങ്ങ ഇല്ലെങ്കിലോ നിങ്ങൾ എടുക്കുന്ന ചെറുനാരങ്ങ വല്ല പിഞ്ച് ചെറുനാരങ്ങ ആണെങ്കിലോ 2 എണ്ണം എടുക്കുക കേട്ടോ. ഇഞ്ചിയോ നാരങ്ങയോ എടുക്കുന്ന അളവിൽ വ്യത്യാസം വന്നാലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പാത്രമാണ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇത്തിരി കുറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ കുറച്ച് കൂടി പോയിന്നോ വിചാരിച്ചിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിനൊരു കൃത്യമായ അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഏകദേശം 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഈ തിളയ്ക്കണ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് കൂടെ തിളയ്ക്കാൻ അനുവദിക്കണം. അങ്ങനെ ഏകദേശം ഒരു 6 മിനിറ്റോളം നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് 1 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ വെള്ളം നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കരുത് കേട്ടോ. ഇത് നമുക്ക് വായിൽ കൊള്ളാൻ പാകമാവുന്ന സമയത്ത് തന്നെ വെള്ളം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കവിൾ കൊണ്ടിട്ട് തുപ്പിക്കളയണം. ഒരു ദിവസത്തിൽ 4 തവണയെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ടോൺസിൽ സ്റ്റോൺ പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെടുകയുള്ളൂ. ടോൺസിൽ സ്റ്റോൺ ഉള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പൂർണ്ണമായും നിങ്ങളുടെ ടോൺസിൽ സ്റ്റോൺ മാറുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.